ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാഴ്സ് പുറത്തുവിട്ട ഭീതിജനകമായ ഒരു വീഡിയോ ദൃശ്യം ആഗോള രാഷ്ട്രീയ ഗോതയിൽ പുതിയൊരു വൻ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചലനങ്ങളും അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി നിരീക്ഷിക്കുകയും പകർത്തിവെക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഫൂട്ടേജ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സുരക്ഷാ ഏജൻസികൾക്കിടയിലും വലിയ പരിഭ്രാന്തിയാണ് പടർന്നിരിക്കുന്നത്. ട്രംപിന്റെ അതീവ സുരക്ഷാ വലയത്തിലേക്ക് ഇറാൻ തുളച്ചു കയറി കഴിഞ്ഞു എന്ന തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള ട്രംപിന്റെ വിഖ്യാതമായ വസതിയായ മാർ എ ലാഗോ, അതിനടുത്തുള്ള അദ്ദേഹത്തിന്റെ ഗോൾഫ് ക്ലബ് എന്നിവ കേന്ദ്രീകരിച്ചാണ് വീഡിയോയുടെ ഭൂരിഭാഗം ദൃശ്യങ്ങളും പുരോഗമിക്കുന്നത്. ട്രംപ് സ്ഥിരമായി യാത്ര ചെയ്യുന്ന പാതകളും സുരക്ഷാ വാഹനങ്ങൾ നിലയുറപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഇടങ്ങളും വീഡിയോയിൽ വളരെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിരീക്ഷണ ഡ്രോണിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള രഹസ്യ ക്യാമറകളിൽ നിന്നോ പകർത്തിയതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത്. പ്രസിഡന്റിന്റെ വ്യക്തിഗത സുരക്ഷാ സംവിധാനങ്ങളുടെ പഴുതുകൾ കണ്ടെത്താനുള്ള ഒരു ആസൂത്രിത ശ്രമമായിട്ടാണ് സുരക്ഷാ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. പാം ബീച്ചിലെ ദൃശ്യങ്ങളിൽ നിന്ന് തൊട്ടടുത്ത നിമിഷം വീഡിയോ ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് ന്യൂയോർക്കിലെ തിരക്കേറിയ ട്രംപ് ടവറിലേക്കാണ്. ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ആസ്ഥാനവും അദ്ദേഹത്തിന്റെ മറ്റൊരു സുപ്രധാന താവളവുമായ ട്രംപ് ടവറിന് ചുറ്റുമുള്ള കർശനമായ സുരക്ഷാ വലയങ്ങളെയാണ് ഇവിടെ ക്യാമറ വരച്ചു കെട്ടുന്നത്. അതീവ സുരക്ഷയുള്ള ഈ മേഖലയിലെ ഓരോ രഹസ്യ കോണുകളും വഴികളും കൃത്യമായി മാപ്പ് ചെയ്തുകൊണ്ടാണ് വീഡിയോ പുരോഗമിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസവും നിരീക്ഷണ ക്യാമറകളുടെ സ്ഥാനങ്ങളും പോലും ഇതിൽ വിശദമായി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഭീതിതമായ ദൃശ്യങ്ങളുടെ അവസാനം സ്ക്രീനിൽ തെളിയുന്ന സന്ദേശമാണ് ആഗോള സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ, ഞങ്ങൾ ഇതിലും അരികിലേക്ക് വരാൻ പോകുന്നു എന്ന വിറപ്പിക്കുന്ന മുന്നറിയിപ്പോടെയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ട്രംപിനെ വധിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ വലിയൊരു ആക്രമണം നടത്താനുള്ള ഇറാന്റെ പരസ്യമായ പ്രഖ്യാപനമായിട്ടാണ് ഈ വരികളെ ലോകം നോക്കിക്കാണുന്നത്. വെറുമൊരു മുന്നറിയിപ്പ് എന്നതിനപ്പുറം ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ തങ്ങൾ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രത്യക്ഷപ്പെട്ടതോടെ കനത്ത സുരക്ഷാ ആശങ്കകളാണ് ഉയർന്നു വന്നത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ അനുവദിക്കില്ല എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ് അധികൃതർ ഈ ഫൂട്ടേജ് പിന്നീട് നീക്കം ചെയ്തു. എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. എക്സിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടെങ്കിലും മറ്റു പല മാധ്യമങ്ങളിലൂടെയും സന്ദേശവാഹകരിലൂടെയും ഈ ഭീഷണി സന്ദേശം ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ഇറാന്റെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന് പകരമായി ട്രംപിനെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായി വേണം പുതിയ വീഡിയോ എന്നും കാണാൻ. ട്രംപിന് നേരെയുള്ള കേവലം ഒരു സൈബർ ഭീഷണിയായി ഇതിനെ തള്ളിക്കളയാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐക്കോ സീക്രട്ട് സർവീസിനോ കഴിയില്ല. കാരണം ട്രംപിന്റെ വ്യക്തിഗത ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ സ്ഥലങ്ങളാണ് വീഡിയോയിൽ വളരെ കൃത്യതയോടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗമായ US സീക്രട്ട് സർവീസിന് വലിയൊരു വെല്ലുവിളിയാണ് ഈ ദൃശ്യങ്ങൾ ഉയർത്തുന്നത്. ട്രംപിന്റെ സുരക്ഷാ വിവരങ്ങൾ എങ്ങനെയാണ് ഇറാൻ ഏജൻസികൾക്ക് ചോർന്നു കിട്ടിയത് എന്നതിനെ കുറിച്ച് നിലവിൽ വൻതോതിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു വിദേശ ശക്തിക്ക് ട്രംപിന്റെ ഏറ്റവും സ്വകാര്യമായ താവളങ്ങളുടെ മാപ്പ് ഇത്ര കൃത്യമായി ലഭിക്കണമെങ്കിൽ അത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെയുള്ള ചാരന്മാരുടെ സഹായത്തോടെ സാധ്യമാകൂ എന്ന നിഗമനത്തിലാണ് വിദഗ്ധർ. ഈ വീഡിയോ കേവലം യാഥാർത്ഥ്യത്തെ അനുകരിച്ച് നിർമ്മിച്ചതാണോ അതോ യഥാർത്ഥ നിരീക്ഷണ ദൃശ്യങ്ങളാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്യാധുനിക AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ പോലും ഇറാന് ട്രംപിന്റെ സുരക്ഷാ വിശദാംശങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് തെളിയിക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികളുടെ പരാജയമായിട്ടാണ് പല കോണുകളിൽ നിന്നും വിലയിരുത്തപ്പെടുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് പകരം ഡിജിറ്റൽ മാധ്യമങ്ങളും മനഃശാസ്ത്രപരമായ യുദ്ധമുറകളും ഉപയോഗിച്ച് ശത്രു രാജ്യത്തിന്റെ തലവനെ ഭയപ്പെടുത്താനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ വീഡിയോയുടെ പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ സൈബർ വിങ്ങും രഹസ്യാന്വേഷണ വിഭാഗവും. ഫാഴ്സ് ന്യൂസ് ഏജൻസി ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടുകളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഇറാന്റെ ഉന്നത ഭരണകൂടത്തിന്റെ അനുമതിയുണ്ടെന്ന ഉറപ്പാണ്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ. വരും ദിവസങ്ങളിൽ ഇറാന് മേൽ കൂടുതൽ സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ഈ ഭീഷണി വീഡിയോയെ ഒരു ആയുധമാക്കിയേക്കാം. ട്രംപിനെതിരെയുള്ള വധശ്രമങ്ങൾ മുൻപും ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ പുതിയ ഭീഷണി അതീവ ഗൗരവത്തോടെയാണ് അമേരിക്കൻ സുരക്ഷാ സേന
കാണുന്നത്. പാം ബീച്ചിലും ന്യൂയോർക്കിലുള്ള ട്രംപിന്റെ വസതികൾക്ക് ചുറ്റും ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. തംബ്നെയിൽ സ്കെച്ചുകൾ പോലെ ലളിതമായി കാണാൻ കഴിയുന്ന ഒന്നല്ല ഇറാന്റെ ഈ നീക്കമെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ വിലയിരുത്തുന്നു. ഈ വീഡിയോ അമേരിക്കൻ ജനതയ്ക്കിടയിലും വലിയൊരു ഭീതി വളർത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ നേതാവിനെതിരെ പരസ്യമായ ഒരു വിദേശ രാജ്യം ഭീഷണി മുഴക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ട്രംപിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം അമേരിക്കയിൽ ശക്തമായി കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലും ഈ സംഭവ വികാസങ്ങൾ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. നാറ്റോ സഖ്യകക്ഷികളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇറാന്റെ ഈ പ്രകോപനപരമായ നടപടിയെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ഭീഷണികൾ ആഗോള സമാധാനത്തിന് വിഘാതമാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചാരപ്രവർത്തനങ്ങളുടെയും സൈബർ യുദ്ധത്തിന്റെയും പുതിയ യുഗത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ തങ്ങളുടെ ശക്തിയും സാങ്കേതികവും ലോകത്തിനു മുന്നിൽ കാണിക്കുക കൂടിയാണ് ഇറാൻ ചെയ്യുന്നത്. ശത്രുവിനെ മാനസികമായി തളർത്തുക എന്ന യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണിത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം. ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ ഭീഷണിയെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടുമെന്നതും നിർണായകമാണ്. എന്തായാലും ഇറാന്റെ ഈ മാപ്പ് ദൃശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ ഒരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്.